ഇപ്പോഴത്തെ യൂറോപ്പിൻ്റെ അവസ്ഥ ശരിക്കും ഭയാനകമാണ്. വെറുതെ പുറത്താക്കിയല്ല, മറിച്ച് കൊന്നു പുറത്താക്കിയാണ് ഇവർ ഇടം കൊടുത്തവർ ചെയ്യുന്നത്. ദിനംപ്രതി യൂറോപ്യൻ രാജ്യങ്ങളിൽ ഭീകരാക്രമണങ്ങൾ നടക്കുകയാണ്. യഥാർത്ഥത്തിൽ അഭയം തേടിയെത്തിയവർ ഇപ്പോൾ ആയുധം കയ്യിലെടുക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ നാമം ദുരുപയോഗം ചെയ്തുകൊണ്ട് ചോര വീഴ്ത്തുകയാണെന്നും പറയാം. ഇവിടെ ഞെട്ടിക്കുന്ന ഒരു വസ്തുത എന്നത് ഈ ഭീകരാക്രമണം നടത്തുന്നവരെല്ലാം തന്നെ അള്ളാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ച് ഭയം സൃഷ്ടിച്ചാണ് അവരുടെ പ്രവർത്തികൾ ചെയ്യുന്നതെന്നതാണ്. അള്ളാഹു അക്ബർ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം വലിയവനാണെന്നാണ്. ഈ വാക്കിപ്പോൾ കേൾക്കുമ്പോൾ ശരിക്കും കൊലപാതകത്തിൻ്റെ പ്രതീകമായി സാധാരണക്കാരുടെ മനസ്സിൽ പതിപ്പിക്കുന്നതിനാണ് ഈ ഭീകരവാദികൾ ഈ വാക്ക് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ ക്രൂരമായ ആക്രമണം നടക്കുകയുണ്ടായി. ഫ്രാൻസിലായിരുന്നു ഈ ഞെട്ടിക്കുന്ന ആക്രമണം നടന്നത്. ഇവർ കത്തി കൊണ്ട് കുത്തുന്നതിന് മുമ്പ് അള്ളാഹു അക്ബർ എന്ന പദം ഉപയോഗിക്കുന്നുവെന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. ഫ്രാൻസ് ജർമ്മനി അതിർത്തി പ്രദേശമായ ഫ്രാൻസ് മൽഹൌസിലായിരുന്നു ഈ ആക്രമണം നടന്നത്. 37 വയസ്സുള്ള അൾജീരിയക്കാരനാണ് കൊലക്കത്തി കയ്യിലെടുത്ത് ആക്രമണം നടത്തിയത്. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ മുൻപ് നടന്ന കേസുമായി ബന്ധപ്പെട്ട് ഒപ്പിടാൻ വന്നപ്പോഴായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടത്. ആദ്യം ഇയാൾ 5 പേർക്ക് നേരെ കുത്തി. മാത്രമല്ല, ഇതിൽ 2 പോലീസുകാരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 3 പോലീസുകാർക്ക് നിസ്സാരമായി പരിക്കേയുള്ളൂ. മാത്രമല്ല, ഫ്രാൻസ് ആഭ്യന്തരമന്ത്രി സ്ഥലത്ത് എത്തുകയും ചെയ്തിരുന്നു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ഫ്രാൻസിന്റെ മണ്ണിൽ ഒരിക്കലും ഭീകരാക്രമണം നിലനിർത്തില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നാൽ 2015 മുതൽ തുടങ്ങി അനേകം പേർ ഫ്രാൻസിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ നീളുകയാണ് ഫ്രാൻസിലെ ഭീകരാക്രമണത്തിന്റെ എണ്ണങ്ങൾ എന്നത്. നിരവധി ആക്രമണ സംഭവങ്ങളാണ് യൂറോപ്പിന്റെ മണ്ണിൽ നടക്കുന്നത്. യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ യൂറോപ്പ് ഇപ്പോൾ വലിയ ആശങ്കയിലാണ് ഉള്ളത്. സുരക്ഷിതമല്ല എന്ന ഭയമാണ് അവർക്കിടയിൽ നിലനിൽക്കുന്നത്. ഈ സംഭവങ്ങളുടെയൊക്കെ പ്രതിഫലനം യൂറോപ്പിലെ തിരഞ്ഞെടുപ്പിനെയും കാര്യമായി തന്നെ ബാധിക്കുന്നുണ്ട്. കുടിയേറ്റക്കാരെ ചേർത്ത് നിർത്തിയ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഇപ്പോൾ വലിയ തോതിൽ ആശങ്കയിലാണ്. ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവ കാര്യമായി സ്വാധീനിക്കുകയും ചെയ്യും. ജർമ്മൻ ചാൻസലറായ ഒലഫ് ഷോൾഫിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി 15% വോട്ടിൽ മൂന്നാമതാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടി ആയിരിക്കും ഒന്നാമതായി എത്തുക. പക്ഷേ ഈ പാർട്ടിക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് അധികാരത്തിലെത്താൻ കഴിയുകയില്ല. ജർമ്മനിയിൽ അടുത്ത കാലത്തായി വളരെയധികം സ്വീകാര്യത ലഭിച്ച പാർട്ടിയാണ് FD, അതായത് ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി എന്ന പാർട്ടി. ഒരു സ്ത്രീയാണ് ഈ പാർട്ടിക്ക് നേതൃത്വം നൽകുന്നത്. ഈ പാർട്ടി രണ്ടാമതെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.